ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്ന് ചേമ്പിന്താൾ വെച്ചിട്ടുള്ളൊരു കിഡിലൻ ഐറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് താളെടുത്തിട്ടുണ്ട്, ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള തണ്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഒത്തിരി വലിയ തണ്ടെടുത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നമ്മൾ ആ ചേമ്പിൻ്റെ തണ്ട് എല്ലാം പടം ചീമ്പി കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ചേമ്പൻ തണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ കറിക്ക് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ചേമ്പിൻ താളൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പൻ താളിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇത് വാട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ നല്ലത് വെളിച്ചെണ്ണയിൽ ഈ ചേമ്പിൻ താൾ ഇതുപോലെ വാട്ടിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാൻ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ചേമ്പിൻ താളൊക്കെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേമ്പിൻ താളും ചുവന്നുള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഒരു 4-5 പച്ചമുളക്, അത് അധികം എരിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഉഴുന്നും പിന്നെ ഒരു 1/4 സ്പൂണോളം കുരുമുളക്, ചതയ്ക്കാത്ത കുരുമുളക്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയും തീരും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സാധാരണ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ മതി. കണ്ടോ, ചേമ്പിൻ താൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്, ചേമ്പിൻ താൾ നന്നായിട്ട് വേവും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കളറിന് വേണ്ടി ഒരു ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചോറിന് ഒഴിച്ചുകറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ അത്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞത്, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സമയത്ത് ഒരു 1/2 ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ശർക്കരപ്പൊടി, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് കുറുകട്ടെ. അപ്പോൾ ഈ റെസിപ്പി എനിക്കൊരു വാരസ്യാരമ്മ പറഞ്ഞു തന്ന കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം വറുത്തതോ വേറെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പർ ഊണായിരിക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ കറിയെല്ലാം കുറുകിയിട്ടുണ്ട്. അപ്പോൾ ചേമ്പിൻ താളില്ലാത്ത വീടില്ല, പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വേറെ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്